ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഷിരൻ. ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ളോഗ് ആവാം. ലെറ്റ്സ് ഗോ ടു നിലമ്പൂർ. പ്രകൃതി സൗന്ദര്യം കൊണ്ട് വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു സ്ഥലമാണ് നിലമ്പൂർ. ചുറ്റും നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് തേക്കുകളാണ്. ഈ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര തുടരുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കനോലി പ്ലോട്ട് എന്ന ഒരു സ്ഥലം കാണാവുന്നതാണ്. നമ്മൾ ആദ്യം പോകുന്നത് തേക്ക് മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് യാത്ര തുടരാം. ചുറ്റും ഒരുപാട് കച്ചവടക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡ്രസ്സ് വിൽക്കുന്ന ആൾക്കാരും ജ്യൂസ്, ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെ വിൽക്കുന്ന ഒരുപാട് കടകൾ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലായിട്ട് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ തേക്ക് മ്യൂസിയം എന്ന് പറയുമ്പോൾ വെറും തേക്കുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാനായിട്ടുണ്ട്. ഇവിടെ വരുന്ന ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 50 രൂപയാണ്. കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറേ മരങ്ങളും റൈറ്റ് സൈഡിൽ ഇതേപോലുള്ള ഒരു ശില്പമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അവർ അവിടെ ഒരു അരുവി പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന രീതിയിലാണ് അവർ ഇവിടുത്തെ ഓരോ ചെടികളും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് ചെറിയൊരു പാലം പോലെയുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ പോയിൻ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് തേക്ക് മ്യൂസിയത്തിലേക്ക് പോവാം. തേക്കിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് തേക്ക് മ്യൂസിയം. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് തേക്കുകൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ തേക്കിൻ്റെ ഓരോ വലിപ്പം, അതിലുണ്ടാവുന്ന അസുഖങ്ങൾ, അതിൻ്റെ ആയുസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓരോന്നും ഓരോ ഡിസൈനിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. തേക്ക് മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് നേരെ അവരുടെ ഗാർഡനിലേക്ക് പോവാം. വിവിധ തരം ഗാർഡനുകളാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗാർഡനാണ്. ഓരോ ഗാർഡനിലും ഓരോരോ തരം വ്യത്യസ്ത രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുട്ടികളെ കൊണ്ടുപോകുന്നവർക്കും വിഷമിക്കേണ്ട, അവിടെ കുട്ടികൾക്ക് പറ്റിയ പാർക്കുണ്ട്. ഈ ചെടികളൊക്കെ അവർ നന്നായിട്ട് വെട്ടി ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ വിഷ്വൽസ് മാത്രമേ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിവിശാലമായ ഒരു പാർക്ക് തന്നെയാണിത്. കുറേ ആളുകൾ ഈ സമയത്തൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കണ്ടില്ലേ ഒരു ബട്ടർഫ്ലൈ, അവിടെ ബട്ടർഫ്ലൈ പാർക്ക് എന്നുണ്ട്. എനിക്ക് ബട്ടർഫ്ലൈസിനെ കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ഒരുപാട് ബട്ടർഫ്ലൈസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു പീക്കോക്കാണ്. പിന്നെ നമുക്കിത് വാച്ച് ടവർ എന്നുള്ള വ്യൂ ആണിത്. അവിടുത്തെ വാച്ച് ടവറിൽ കയറിയാൽ ഏകദേശം മൊത്തം നമുക്ക് അവിടുത്തെ വ്യൂ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ, ഹെർബൽ ഗാർഡൻ തുടങ്ങി ഒരുപാട് ഗാർഡൻസ് അവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നടന്ന് കാണാനായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അവിടെയുണ്ട്. ഓരോന്നും ഓരോ തരത്തിൽ ഡിഫറെൻ്റ് ആണ് സ്ഥലങ്ങൾ ഓരോന്നും. എല്ലാ ആൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ പാർക്കുണ്ട്. അതേപോലെ ഗവേഷണം നടത്തുന്ന ആൾക്കാർക്ക് തേക്കിനെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും ഹെർബൽസിനെക്കുറിച്ചും ഒക്കെ നോക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരുപാട് യാത്ര ചെയ്യുന്നവർക്ക് കണ്ണിന് കുളിർമയേകുന്ന പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ട് വെച്ചിരുന്നൊരു കംപ്ലീറ്റ് പാക്കേജാണ് നിലമ്പൂർ എന്ന് പറയുന്നത്, നിലമ്പൂർ തേക്ക് മ്യൂസിയം. തേക്ക് മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മൾ മ്യൂസിയം മാത്രം മനസ്സിൽ കാണരുത്, എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത്. നമുക്കൊരു 2 മണിക്കൂർ മിനിമം ചുറ്റിക്കാണാൻ എന്തായാലും വേണം ഇവിടെ. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവർക്ക് അതിലധികം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോയിരിക്കുന്നത് ഫൺ വില്ലേജിലേക്കാണ്. അടിപൊളി വാട്ടർ ആക്ടിവിറ്റീസ് ഉള്ള ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇതെന്ന് പറയുന്നത്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. വാട്ടർ റൈഡൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഓരോ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ, ജമ്പ് ചെയ്യാൻ പറ്റിയ ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരിത് വെച്ചിരിക്കുന്നത്, വളരെ നീറ്റാണ്. പിന്നെ ഓരോ വാട്ടർ ആക്ടിവിറ്റീസിനും ഓരോരോ സെപ്പറേറ്റ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ കണ്ടില്ലേ, അതായത് ഇതുപോലെ ഉള്ള റൈഡ്സ് ഒക്കെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. കുട്ടികളെ ഒത്തൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് എന്തായാലും. എനിക്കിത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് ഇവിടെ.
പിന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി ഐറ്റമാണ് വേവ് പൂൾ എന്ന് പറയുന്നത്. നമ്മുടെ കടലിലൊക്കെ ഉണ്ടാകുന്ന തിരമാലകൾ പോലെ വരുന്ന വേവ് പൂളാണ് ഇവിടെ. അങ്ങനെ ഓരോ ടൈമുണ്ട്, ഓരോ മണിക്കൂറിലും ഒരു 10 മിനിറ്റാണ് നമുക്ക് വേവ്സ് വരിക. വളരെ നല്ല രസമുള്ളൊരു ആക്ടിവിറ്റിയാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കനോലി പ്ലോട്ടിൽ കയറാൻ പറ്റുന്നതാണ്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ കയറിയിട്ടില്ല. അവിടേക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ് 40 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ പുഴയുടെ തീരത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.